ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. നമ്മൾ ഏതൊരു ഭാഷ പഠിക്കുന്ന സമയത്തും അതിലാദ്യം പഠിക്കുന്നത് അക്ഷരങ്ങളാണ്. പിന്നെ നമ്മൾ അത് കൂട്ടിവെച്ച് വാക്കുകൾ ഉണ്ടാക്കാൻ തുടങ്ങും. ഈ വാക്കുകൾ ചേർത്ത് വെച്ച് സെൻറ്റൻസുകൾ പറയാൻ തുടങ്ങും. നമ്മൾ മലയാളം സംസാരിച്ച് തുടങ്ങിയതും ഇങ്ങനെ തന്നെയാണ്. ആദ്യം ഓരോരോ വാക്കുകൾ പറയാൻ തുടങ്ങി, പിന്നെ അത് ചേർത്ത് വെച്ച് വാചകങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ഫ്ലുവൻ്റ് ആയിട്ട് മലയാളം സംസാരിച്ച് തുടങ്ങിയത്. അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കണമെങ്കിലും ആദ്യം അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളെങ്കിലും അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് ഈ വാക്കുകൾ ചേർത്ത് വെച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 30 ദിവസങ്ങൾ കൊണ്ട് 3000 ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കാം. ഇങ്ങനെ ഒരു സീരീസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നു. അപ്പോൾ കുറേ പേര് അതിലെ വീഡിയോസ് വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് 100 ഇംഗ്ലീഷ് വാക്കുകളുമായിട്ടാണ്. 100 ഇംഗ്ലീഷ് വാക്കുകളും അതിൻ്റെ മലയാള അർത്ഥവും അതെങ്ങനെ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കാം എന്നുള്ളതും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആക്യുറേറ്റ്, കൃത്യമായ. കാലാവസ്ഥാ പ്രവചനം കൃത്യമായിരുന്നു. ദ വെദർ ഫോർകാസ്റ്റ് വാസ് ആക്യുറേറ്റ്. വെദർ കാലാവസ്ഥ, ഫോർകാസ്റ്റ് എന്ന് വെച്ചാൽ പ്രവചനം എന്നാണ് അർത്ഥം. അപ്പോൾ വെദർ ഫോർകാസ്റ്റ് എന്ന് വെച്ചാൽ കാലാവസ്ഥാ പ്രവചനം. ദ വെദർ ഫോർകാസ്റ്റ് വാസ് ആക്യുറേറ്റ്. കാലാവസ്ഥാ പ്രവചനം കൃത്യമായിരുന്നു. അഡ്വക്കേറ്റ്, മതിയായ. നിങ്ങൾക്ക് മതിയായ ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. മേക്ക് ഷുവർ യു ഗെറ്റ് അഡിക്വേറ്റ് സ്ലീപ്പ്. മേക്ക് ഷുവർ, ഉറപ്പാക്കുക. മേക്ക് ഷുവർ യു ഗെറ്റ് അഡിക്വേറ്റ് സ്ലീപ്പ്. നിങ്ങൾക്ക് മതിയായ ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. അനലൈസ്, വിശകലനം ചെയ്യുക. തീരുമാനമെടുക്കുന്നതിന് മുൻപ് നമുക്ക് വിവരങ്ങൾ വിശകലനം ചെയ്യേണ്ടതുണ്ട്. വി നീഡ് ടു അനലൈസ് ദ ഡേറ്റ ബിഫോർ മേക്കിംഗ് എ ഡിസിഷൻ. വി നീഡ് ടു അനലൈസ്, നമുക്ക് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ദ ഡേറ്റ, വിവരങ്ങൾ. ബിഫോർ, മുമ്പ്. ബിഫോർ മേക്കിംഗ് എ ഡിസിഷൻ, ഡിസിഷൻ തീരുമാനം. ബിഫോർ മേക്കിംഗ് എ ഡിസിഷൻ, ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ്. വി നീഡ് ടു അനലൈസ് ദ ഡേറ്റ ബിഫോർ മേക്കിംഗ് എ ഡിസിഷൻ. തീരുമാനം എടുക്കുന്നതിന് മുൻപ് നമുക്ക് വിവരങ്ങൾ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ബ്രീഫ്, ചുരുങ്ങിയ അല്ലെങ്കിൽ സംക്ഷിപ്തമായ. അവൾ പദ്ധതിയെക്കുറിച്ച് ചുരുങ്ങിയ ഒരു ആമുഖം നൽകി. ഷീ ഗേവ് എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ പ്രൊജക്റ്റ്. ഷീ ഗേവ്, അവൾ തന്നു അല്ലെങ്കിൽ നൽകി. എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ, ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ആമുഖം. എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ, ചുരുങ്ങിയ ഒരാമുഖം. എബൌട്ട് ദ പ്രൊജക്റ്റ്, എബൌട്ട് കുറിച്ച്. എബൌട്ട് ദ പ്രൊജക്റ്റ്, പ്രൊജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ പദ്ധതിയെക്കുറിച്ച്. ഷീ ഗേവ് എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ എബൌട്ട് ദ പ്രൊജക്റ്റ്. അവൾ പദ്ധതിയെക്കുറിച്ച് ചുരുങ്ങിയ ഒരു ആമുഖം നൽകി. കൺസിസ്റ്റൻറ്റ്, സ്ഥിരതയുള്ള എന്നാണ് അർത്ഥം. നിങ്ങളുടെ പരിശ്രമങ്ങളിൽ നിങ്ങൾ സ്ഥിരതയുള്ളവരായിരിക്കണം. യു നീഡ് ടു ബി കൺസിസ്റ്റൻറ്റ് ഇൻ യുവർ എഫേർട്സ്. എഫേർട്ട് എന്ന് വെച്ചാൽ പരിശ്രമം. യു നീഡ് ടു ബി കൺസിസ്റ്റൻറ്റ് ഇൻ യുവർ എഫേർട്സ്. കൺവിൻസ്, ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ വിശ്വസിപ്പിക്കുക. കാറ് നല്ല അവസ്ഥയിലാണെന്ന് എന്നെ വിശ്വസിപ്പിക്കാൻ സെയിൽസ്മാൻ നന്നായി ശ്രമിച്ചു. ദ സെയിൽസ്മാൻ ട്രൈഡ് ഹാർഡ് ടു കൺവിൻസ് മീ ദാറ്റ് ദ കാർ വാസ് ഇൻ പെർഫെക്റ്റ് കണ്ടീഷൻ. ദ സെയിൽസ്മാൻ ട്രൈഡ് ഹാർഡ്. ട്രൈഡ് ഹാർഡ് എന്ന് വെച്ചാൽ നന്നായി ശ്രമിച്ചു. ടു കൺവിൻസ് മീ, എന്നെ വിശ്വസിപ്പിക്കാൻ. ദ സെയിൽസ്മാൻ ട്രൈഡ് ഹാർഡ് ടു കൺവിൻസ് മീ. എന്നെ വിശ്വസിപ്പിക്കാൻ സെയിൽസ്മാൻ നന്നായി ശ്രമിച്ചു. ദ സെയിൽസ്മാൻ ട്രൈഡ് ഹാർഡ് ടു കൺവിൻസ് മീ ദാറ്റ് ദ കാർ വാസ് ഇൻ പെർഫെക്റ്റ് കണ്ടീഷൻ. കാർ പെർഫെക്റ്റ് കണ്ടീഷനിലാണെന്ന് അല്ലെങ്കിൽ നല്ല അവസ്ഥയിലാണെന്ന് എന്നെ വിശ്വസിപ്പിക്കാൻ സെയിൽസ്മാൻ നന്നായി ശ്രമിച്ചു. ക്രൂഷ്യൽ, നിർണായകമായ. നമ്മുടെ വിജയത്തിന് ഈ മീറ്റിംഗ് നിർണായകമാണ്. ദിസ് മീറ്റിംഗ് ഈസ് ക്രൂഷ്യൽ ഫോർ അവർ സക്സസ്. സക്സസ് എന്ന് പറഞ്ഞാൽ വിജയം. ദിസ് മീറ്റിംഗ് ഈസ് ക്രൂഷ്യൽ ഫോർ അവർ സക്സസ്. നമ്മുടെ വിജയത്തിന് ഈ മീറ്റിംഗ് നിർണായകമാണ്. ഡിസ്റ്റർബ്, ശല്യപ്പെടുത്തുക. ഞാൻ ജോലി ചെയ്യുമ്പോൾ ദയവായി എന്നെ ശല്യപ്പെടുത്തരുത്. പ്ലീസ് ഡു നോട്ട് ഡിസ്റ്റർബ് മീ വൈൽ ഐ ആം വർക്കിംഗ്. പ്ലീസ് ഡു നോട്ട് ഡിസ്റ്റർബ് മീ, ദയവായി എന്നെ ശല്യപ്പെടുത്തരുത്. വൈൽ ഐ ആം വർക്കിംഗ്, ഞാൻ ജോലി ചെയ്യുമ്പോൾ. പ്ലീസ് ഡു നോട്ട് ഡിസ്റ്റർബ് മീ വൈൽ ഐ ആം വർക്കിംഗ്, ഞാൻ ജോലി ചെയ്യുമ്പോൾ ദയവായി എന്നെ ശല്യപ്പെടുത്തരുത്. എഫിഷ്യൻറ്റ്, കാര്യക്ഷമമായ. ഈ പുതിയ യന്ത്രം വളരെ കാര്യക്ഷമമാണ്. ദിസ് ന്യൂ മെഷീൻ ഈസ് വെരി എഫിഷ്യൻറ്റ്. എവിഡൻസ്, തെളിവ്. അവൻ്റെ കുറ്റം തെളിയിക്കാൻ തെളിവുകളൊന്നുമില്ല. ദർ ഇസ് നോ എവിഡൻസ് ടു പ്രൂവ് ഹിസ് ഗിൽട്ട്. പ്രൂവ് എന്ന് പറഞ്ഞാൽ തെളിയിക്കുക. ഗിൽട്ട്, കുറ്റം. ദർ ഇസ് നോ എവിഡൻസ് ടു പ്രൂവ് ഹിസ് ഗിൽട്ട്. അവൻ്റെ കുറ്റം തെളിയിക്കാൻ തെളിവുകളൊന്നുമില്ല. ഫ്രീക്വൻറ്റ്, അടിക്കടിയുള്ള. അവൻ ഈ ലൈബ്രറിയിൽ അടിക്കടി സന്ദർശിക്കുന്ന ആളാണ്. ഹീ ഈസ് എ ഫ്രീക്വൻറ്റ് വിസിറ്റർ ടു ദിസ് ലൈബ്രറി. വിസിറ്റർ എന്ന് വെച്ചാൽ സന്ദർശിക്കുന്ന ആൾ അല്ലെങ്കിൽ സന്ദർശകൻ.
ഹീ ഈസ് എ ഫ്രീക്വൻറ്റ് വിസിറ്റർ ടു ദിസ് ലൈബ്രറി. അവൻ ഈ ലൈബ്രറിയിൽ അടിക്കടി സന്ദർശിക്കുന്ന ആളാണ്. ജെനുയിൻ, യഥാർത്ഥമായ അല്ലെങ്കിൽ വ്യാജമല്ലാത്ത. ആ ചിത്രം രാജാ രവിവർമ്മയുടെ യഥാർത്ഥ സൃഷ്ടിയാണെന്ന് മ്യൂസിയം സ്ഥിരീകരിച്ചു. ദ മ്യൂസിയം കൺഫേംഡ് ദാറ്റ് ദ പെയിൻറ്റിംഗ് വാസ് എ ജെന്യുയിൻ വർക്ക് ബൈ രാജാ രവിവർമ്മ. ദ മ്യൂസിയം കൺഫേംഡ് സ്ഥിരീകരിച്ചു. ദ മ്യൂസിയം കൺഫേംഡ്, മ്യൂസിയം സ്ഥിരീകരിച്ചു. ദാറ്റ് ദ പെയിൻറ്റിംഗ് വാസ് എ ജെന്യുയിൻ വർക്ക് ബൈ രാജാ രവിവർമ്മ. ആ ചിത്രം രാജാ രവിവർമ്മയുടെ ഒരു യഥാർത്ഥ സൃഷ്ടിയാണെന്ന്. ദ മ്യൂസിയം കൺഫേംഡ് ദാറ്റ് ദ പെയിൻറ്റിംഗ് വാസ് എ ജെന്യുയിൻ വർക്ക് ബൈ രാജാ രവിവർമ്മ. ആ ചിത്രം രാജാ രവിവർമ്മയുടെ യഥാർത്ഥ സൃഷ്ടിയാണെന്ന് മ്യൂസിയം സ്ഥിരീകരിച്ചു. ഹെസിറ്റേറ്റ്, മടിക്കുക അല്ലെങ്കിൽ സംശയിക്കുക. സഹായം ചോദിക്കാൻ മടിക്കരുത്. ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് ഫോർ ഹെൽപ്പ്. ഡു നോട്ട് ഹെസിറ്റേറ്റ്, മടിക്കരുത്. ടു ആസ്ക് ഫോർ ഹെൽപ്പ്, സഹായം ചോദിക്കാൻ. ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് ഫോർ ഹെൽപ്പ്, സഹായം ചോദിക്കാൻ മടിക്കരുത്. ഇമ്പാക്റ്റ്, ആഘാതം അല്ലെങ്കിൽ സ്വാധീനം. സോഷ്യൽ മീഡിയയ്ക്ക് കൗമാരക്കാരിൽ വലിയ സ്വാധീനമുണ്ട്. സോഷ്യൽ മീഡിയ ഹാസ് എ ഹ്യൂജ് ഇമ്പാക്റ്റ് ഓൺ ടീനേജേഴ്സ്. ഹ്യൂജ് എന്ന് വെച്ചാൽ വലിയ. സോഷ്യൽ മീഡിയ ഹാസ് എ ഹ്യൂജ് ഇമ്പാക്റ്റ്. സോഷ്യൽ മീഡിയയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. ഓൺ ടീനേജേഴ്സ്, കൗമാരക്കാരിൽ. സോഷ്യൽ മീഡിയ ഹാസ് എ ഹ്യൂജ് ഇമ്പാക്റ്റ് ഓൺ ടീനേജേഴ്സ്. സോഷ്യൽ മീഡിയയ്ക്ക് കൗമാരക്കാരിൽ വലിയ സ്വാധീനമുണ്ട്. മെയിൻറ്റെയിൻ, നിലനിർത്തുക. ആരോഗ്യകരമായ ഭക്ഷണക്രമം നിലനിർത്തേണ്ടത് പ്രധാനമാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ഡയറ്റ്. ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ഡയറ്റ്. ആരോഗ്യകരമായ ഭക്ഷണക്രമം നിലനിർത്തേണ്ടത് പ്രധാനമാണ്. ഒബ്ലിഗേഷൻ, കടമ അല്ലെങ്കിൽ ബാധ്യത. പാവപ്പെട്ടവരെ സഹായിക്കാൻ നമുക്ക് ധാർമ്മികമായ ബാധ്യതയുണ്ട്. വി ഹാവ് എ മോറൽ ഒബ്ലിഗേഷൻ ടു ഹെൽപ്പ് ദ പുവർ. മോറൽ, ധാർമ്മികമായ. പുവർ, പാവപ്പെട്ട. വി ഹാവ് എ മോറൽ ഒബ്ലിഗേഷൻ ടു ഹെൽപ്പ് ദ പുവർ. പാവപ്പെട്ടവരെ സഹായിക്കാൻ നമുക്ക് ധാർമ്മികമായ ബാധ്യതയുണ്ട്. പ്രിസൈസ്, കൃത്യമായ. നിങ്ങൾക്കെനിക്ക് കൃത്യമായ സ്ഥലം പറഞ്ഞു തരാമോ? ക്യാൻ യു ഗിവ് മീ ദ പ്രിസൈസ് ലൊക്കേഷൻ? റിലക്റ്റൻറ്റ്, മടിയുള്ള. തൻ്റെ രഹസ്യം പങ്കുവയ്ക്കാൻ അവന് മടിയുണ്ടായിരുന്നു. ഹി വാസ് റിലക്റ്റൻറ്റ് ടു ഷെയർ ഹിസ് സീക്രട്ട്. ഹി വാസ് റിലക്റ്റൻറ്റ്, അവന് മടിയുണ്ടായിരുന്നു. ടു ഷെയർ ഹിസ് സീക്രട്ട്, തൻ്റെ രഹസ്യം പങ്കുവയ്ക്കാൻ. ഹി വാസ് റിലക്റ്റൻറ്റ് ടു ഷെയർ ഹിസ് സീക്രട്ട്, തൻ്റെ രഹസ്യം പങ്കുവയ്ക്കാൻ അവന് മടിയുണ്ടായിരുന്നു. സിഗ്നിഫിക്കൻറ്റ്, ഗണ്യമായ അല്ലെങ്കിൽ ശ്രദ്ധേയമായ. നിങ്ങളുടെ ആരോഗ്യത്തിൽ ഗണ്യമായ പുരോഗതിയുണ്ട്. ദർ ഇസ് എ സിഗ്നിഫിക്കൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ യുവർ ഹെൽത്ത്. ഇംപ്രൂവ്മെൻറ്റ്, പുരോഗതി. ദർ ഇസ് എ സിഗ്നിഫിക്കൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ യുവർ ഹെൽത്ത്. നിങ്ങളുടെ ആരോഗ്യത്തിൽ ഗണ്യമായ പുരോഗതിയുണ്ട്. വേഗ്, അവ്യക്തമായ. അവൻ്റെ വിശദീകരണം വളരെ അവ്യക്തമായിരുന്നു. ഹിസ് എക്സ്പ്ലനേഷൻ വാസ് വെരി വേഗ്. എക്സ്പ്ലനേഷൻ, വിശദീകരണം. ഹിസ് എക്സ്പ്ലനേഷൻ വാസ് വെരി വേഗ്. അവൻ്റെ വിശദീകരണം വളരെ അവ്യക്തമായിരുന്നു. അക്വയർ, നേടിയെടുക്കുക. അവൾ തൻ്റെ ജോലിക്കായി പുതിയ കഴിവുകൾ നേടിയെടുക്കാൻ കഠിനാധ്വാനം ചെയ്തു. ഷീ വർക്ക്ഡ് ഹാർഡ് ടു അക്വയർ ന്യൂ സ്കിൽസ് ഫോർ ഹെർ ജോബ്. ഷീ വർക്ക്ഡ് ഹാർഡ്, അവൾ കഠിനാധ്വാനം ചെയ്തു. ടു അക്വയർ ന്യൂ സ്കിൽസ്. ന്യൂ സ്കിൽസ് അല്ലെങ്കിൽ പുതിയ കഴിവുകൾ നേടിയെടുക്കാൻ. ഫോർ ഹെർ ജോബ്, അവളുടെ ജോലിക്കായി. ഷീ വർക്ക്ഡ് ഹാർഡ് ടു അക്വയർ ന്യൂ സ്കിൽസ് ഫോർ ഹെർ ജോബ്. അവൾ തൻ്റെ ജോലിക്കായി പുതിയ കഴിവുകൾ നേടിയെടുക്കാൻ കഠിനാധ്വാനം ചെയ്തു. അപ്രീഷിയേറ്റ്, അഭിനന്ദിക്കുക അല്ലെങ്കിൽ വിലമതിക്കുക. നിങ്ങളുടെ സഹായത്തെ ഞാൻ ശരിക്കും അഭിനന്ദിക്കുന്നു അല്ലെങ്കിൽ വിലമതിക്കുന്നു. ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ ഹെൽപ്പ്. ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ ഹെൽപ്പ്. അപ്രോപ്രിയേറ്റ്, ഉചിതമായ. ഇൻ്റർവ്യൂവിന് ഉചിതമായ വസ്ത്രങ്ങൾ ധരിക്കുക. വെയർ അപ്രോപ്രിയേറ്റ് ക്ലോത്ത്സ് ഫോർ ദി ഇൻ്റർവ്യൂ. വെയർ, ധരിക്കുക. വെയർ അപ്രോപ്രിയേറ്റ് ക്ലോത്ത്സ് ഫോർ ദി ഇൻ്റർവ്യൂ. കോൺസിക്വൻസ്, ഫലം അല്ലെങ്കിൽ അനന്തരഫലം. ആ അപകടം അവൻ്റെ അശ്രദ്ധയുടെ ഫലമായിരുന്നു. ദി ആക്സിഡൻറ്റ് വാസ് ദ കോൺസിക്വൻസ് ഓഫ് ഹിസ് കെയർലെസ്നെസ്. കെയർലെസ്നെസ്, അശ്രദ്ധ. ദി ആക്സിഡൻറ്റ് വാസ് ദ കോൺസിക്വൻസ് ഓഫ് ഹിസ് കെയർലെസ്നെസ്. ആ അപകടം അവൻ്റെ അശ്രദ്ധയുടെ ഫലമായിരുന്നു. ഡൈവേഴ്സ്, വൈവിധ്യമാർന്ന. ഇന്ത്യ വൈവിധ്യമാർന്ന സംസ്കാരമുള്ള രാജ്യമാണ്. ഇന്ത്യ ഈസ് എ കൺട്രി വിത്ത് എ ഡൈവേഴ്സ് കൾച്ചർ. കൾച്ചർ, സംസ്കാരം. ഇന്ത്യ ഈസ് എ കൺട്രി വിത്ത് എ ഡൈവേഴ്സ് കൾച്ചർ. ഇന്ത്യ വൈവിധ്യമാർന്ന സംസ്കാരമുള്ള രാജ്യമാണ്. എംഫസൈസ്, ഊന്നിപ്പറയുക. സമയനിഷ്ഠയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഹി എംഫസൈസ്ഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പങ്ക്ച്വാലിറ്റി. ഇമ്പോർട്ടൻസ്, പ്രാധാന്യം. പങ്ക്ച്വാലിറ്റി,
സമയനിഷ്ഠ. ഹി എംഫസൈസ്ഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പങ്ക്ച്വാലിറ്റി. സമയനിഷ്ഠയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. എസെൻഷ്യൽ, അത്യന്താപേക്ഷിതമായ. ജീവന് ജലം അത്യന്താപേക്ഷിതമാണ്. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ലൈഫ്. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ലൈഫ്. ഇവാലുവേറ്റ്, വിലയിരുത്തുക. അധ്യാപകൻ നിങ്ങളുടെ പ്രകടനം വിലയിരുത്തും. ദ ടീച്ചർ വിൽ ഇവാലുവേറ്റ് യുവർ പെർഫോമൻസ്. ഫ്ലെക്സിബിൾ, വഴക്കമുള്ള അല്ലെങ്കിൽ വിട്ടുവീഴ്ചയുള്ള. എൻ്റെ ഓഫീസിലെ ജോലി സമയം വളരെ വിട്ടുവീഴ്ചയുള്ളതാണ് അല്ലെങ്കിൽ വഴക്കമുള്ളതാണ്. മൈ ഓഫീസ് അവേഴ്സ് ആർ വെരി ഫ്ലെക്സിബിൾ. ഇംപ്ലിമെൻറ്റ്, നടപ്പിലാക്കുക. പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചു. ദ ഗവൺമെൻറ് ഡിസൈഡഡ് ടു ഇംപ്ലിമെൻറ്റ് ന്യൂ റൂൾസ്. ഡിസൈഡഡ്, തീരുമാനിച്ചു. ന്യൂ റൂൾസ്, പുതിയ നിയമങ്ങൾ. ദ ഗവൺമെൻറ് ഡിസൈഡഡ് ടു ഇംപ്ലിമെൻറ്റ് ന്യൂ റൂൾസ്. പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഷ്രിങ്ക്, ചുരുങ്ങുക അല്ലെങ്കിൽ ചുരുക്കുക. കഴുകുമ്പോൾ ഈ ഷർട്ട് ചുരുങ്ങുമോ? വിൽ ദി ഷർട്ട് ഷ്രിങ്ക് ഇൻ ദ വാഷ്? വിൽ ദി ഷർട്ട് ഷ്രിങ്ക് ഇൻ ദ വാഷ്? കഴുകുമ്പോൾ ഈ ഷർട്ട് ചുരുങ്ങുമോ? മിസ്ലീഡ്, വഴിതെറ്റിക്കുക അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുക. അവൻ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കില്ല, അത് അവൻ്റെ ശൈലിയല്ല. ഹി വുഡൻ ട്രൈ ടു മിസ്ലീഡ് യു. ഇറ്റ്സ് നോട്ട് ഹിസ് സ്റ്റൈൽ. ഹി വുഡൻ ട്രൈ ടു മിസ്ലീഡ് യു. അവൻ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കില്ല. ഇറ്റ്സ് നോട്ട് ഹിസ് സ്റ്റൈൽ, അത് അവൻ്റെ ശൈലിയല്ല. ഹി വുഡൻ ട്രൈ ടു മിസ്ലീഡ് യു. ഇറ്റ്സ് നോട്ട് ഹിസ് സ്റ്റൈൽ. പെർട്ടിക്യുലർ, സവിശേഷമായ അല്ലെങ്കിൽ പ്രത്യേകമായ. എനിക്ക് അവനെ സ്നേഹിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഐ ഹാവ് നോ പെർട്ടിക്യുലർ റീസൺ ടു ലവ് ഹിം. റീസൺ, കാരണം. ഐ ഹാവ് നോ പെർട്ടിക്യുലർ റീസൺ, എനിക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ടു ലവ് ഹിം, അവനെ സ്നേഹിക്കാൻ. ഐ ഹാവ് നോ പെർട്ടിക്യുലർ റീസൺ ടു ലവ് ഹിം. യൂണിറ്റി, ഒരുമ അല്ലെങ്കിൽ ഐക്യം. യുദ്ധസമയത്ത് ദേശീയ ഐക്യം അനിവാര്യമാണ്. നാഷണൽ യൂണിറ്റി ഈസ് എസെൻഷ്യൽ ഇൻ വാർ ടൈം. നാഷണൽ, ദേശീയമായ. നാഷണൽ യൂണിറ്റി, ദേശീയ ഐക്യം. എസെൻഷ്യൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അത്യാവശ്യമായ. വാർ ടൈം, യുദ്ധകാലം അല്ലെങ്കിൽ യുദ്ധസമയം. നാഷണൽ യൂണിറ്റി ഈസ് എസെൻഷ്യൽ ഇൻ വാർ ടൈം. യുദ്ധസമയത്ത് ദേശീയ ഐക്യം അത്യാവശ്യമാണ് അല്ലെങ്കിൽ അനിവാര്യമാണ്. ഇൻക്ലൂഡ്, ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കുക. എൻ്റെ ഹോബികളിൽ വായനയും പെയിൻറ്റിങ്ങും ഉൾപ്പെടുന്നു. മൈ ഹോബീസ് ഇൻക്ലൂഡ് റീഡിംഗ് ആൻഡ് പെയിൻറ്റിങ്. മൈ ഹോബീസ് ഇൻക്ലൂഡ് റീഡിംഗ് ആൻഡ് പെയിൻറ്റിങ്. ഗെയിൻ, വിജയിക്കുക, ലാഭം, നേട്ടം. വേദനയില്ലാതെ നേട്ടമില്ല. നോ പെയിൻ നോ ഗെയിൻ. നോ പെയിൻ നോ ഗെയിൻ. ഇൻജസ്റ്റിസ്, അനീതി അല്ലെങ്കിൽ അന്യായം. അവർ അനീതിക്കെതിരെ പോരാടുന്നത് തുടരും. They'll continue to fight injustice. Continue, തുടർന്നുകൊണ്ടിരിക്കുക. Fight, പോരാടുക. They'll continue to fight injustice. അവർ അനീതിക്കെതിരെ പോരാടുന്നത് തുടരും. Guilty, കുറ്റക്കാരനായ, അപരാധിയായ, കുറ്റബോധമുള്ള. ഇതൊക്കെയാണ് അർത്ഥം. ജോണിൻ്റെ മുഖത്ത് ഒരു കുറ്റബോധമുണ്ടായിരുന്നു. ജോൺ ഹാഡ് എ ഗിൽറ്റി ലുക്ക് ഓൺ ഹിസ് ഫേസ്. ജോൺ ഹാഡ് എ ഗിൽറ്റി ലുക്ക് ഓൺ ഹിസ് ഫേസ്. ഗോഡി, ആഡംബരമായ, പകിട്ടുള്ള അല്ലെങ്കിൽ ആർഭാടപൂർവമായ. പാർട്ടിയിൽ അവൾ ഒരു ആർഭാടപൂർവമായ അല്ലെങ്കിൽ പകിട്ടുള്ള വേഷം ധരിച്ചിരുന്നു. ഷീ വോർ എ ഗോഡി കോസ്റ്റ്യൂം ടു ദ പാർട്ടി. വേറിൻ്റെ പാസ്റ്റാണ് വോർ. വേർ, ധരിക്കുക. വോർ, ധരിച്ചിരുന്നു. കോസ്റ്റ്യൂം, വേഷം. ഷീ വോർ എ ഗോഡി കോസ്റ്റ്യൂം ടു ദ പാർട്ടി. പ്രോഫിറ്റ്, ആദായം, ലാഭം അല്ലെങ്കിൽ ധനലാഭം. ഞങ്ങൾ ലാഭം 50-50 ആയി വിഭജിക്കും. വിൽ ഡിവൈഡ് ദ പ്രോഫിറ്റ് 50-50. ഡിവൈഡ്, വിഭജിക്കുക. വിൽ ഡിവൈഡ് ദ പ്രോഫിറ്റ് 50-50. വിൽ ഡിവൈഡ് ദ പ്രോഫിറ്റ് 50-50. ഞങ്ങൾ ലാഭം 50-50 ആയി വിഭജിക്കും. ഏളിയർ, നിശ്ചിത സമയത്തിന് മുൻപുള്ള അല്ലെങ്കിൽ നേരത്തെ. ഞാൻ പതിവിലും നേരത്തെ വീട്ടിൽ നിന്നിറങ്ങി. ഐ ലെഫ്റ്റ് ഹോം ഏർലിയർ ദാൻ യൂഷ്വൽ. യൂഷ്വൽ, പതിവായ. ഐ ലെഫ്റ്റ് ഹോം ഏർലിയർ ദാൻ യൂഷ്വൽ. ഞാൻ പതിവിലും നേരത്തെ വീട്ടിൽ നിന്നിറങ്ങി. എൻമിറ്റി, വിരോധം, ശത്രുത അല്ലെങ്കിൽ വിദ്വേഷം. ഗോസിപ്പിലൂടെ അവരുടെ സൗഹൃദം ശത്രുതയിലേക്ക് വഴിമാറി. Their friendship was turned to enmity through gossip. Their friendship was turned, അവരുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സൗഹൃദം വഴിമാറി. ടു enmity, ശത്രുതയിലേക്ക്. ത്രൂ ഗോസിപ്പ്, ഗോസിപ്പിലൂടെ. Their friendship was turned to enmity through gossip. ഗോസിപ്പിലൂടെ അവരുടെ സൗഹൃദം ശത്രുതയിലേക്ക് വഴിമാറി. ഇൻസ്റ്റെഡ്, പകരം. എനിക്ക് പകരം നിങ്ങൾ പാർട്ടിക്ക് പോകുമോ? വിൽ യു ഗോ ടു ദ പാർട്ടി ഇൻസ്റ്റെഡ് ഓഫ് മീ? വിൽ യു ഗോ ടു ദ പാർട്ടി ഇൻസ്റ്റെഡ് ഓഫ് മീ? പെർപ്ലക്സിറ്റി, അമ്പരപ്പ്, പരിഭ്രമം
അല്ലെങ്കിൽ ആശയക്കുഴപ്പം. ഇരുവരുടെയും മുഖത്ത് പരിഭ്രമമുണ്ടായിരുന്നു. There was perplexity in both their faces. There was perplexity. പരിഭ്രമം ഉണ്ടായിരുന്നു. In both their faces. രണ്ടുപേരുടെയും മുഖത്ത്. There was perplexity in both their faces. Retreat. പിൻവാങ്ങുക അല്ലെങ്കിൽ പിന്മാറുക. എപ്പോൾ ആക്രമിക്കണമെന്നും എപ്പോൾ പിൻവാങ്ങണമെന്നും അവർക്കറിയാമായിരുന്നു. They knew when to attack and when to retreat. They knew when to attack. എപ്പോൾ ആക്രമിക്കണമെന്ന് അവർക്കറിയാമായിരുന്നു. ആൻഡ് വെൻ ടു റിട്രീറ്റ്. എപ്പോൾ പിൻവാങ്ങണം. They knew when to attack and when to retreat. എപ്പോൾ ആക്രമിക്കണമെന്നും എപ്പോൾ പിൻവാങ്ങണമെന്നും അവർക്കറിയാമായിരുന്നു. കണ്ടംപ്റ്റ്. പുച്ഛം, അവജ്ഞ, വെറുപ്പ്, ഇതൊക്കെയാണ് അർത്ഥം. കുട്ടികളോട് ക്രൂരമായി പെരുമാറുന്ന ആളുകളോട് എനിക്ക് പുച്ഛമല്ലാതെ അല്ലെങ്കിൽ അവജ്ഞയല്ലാതെ മറ്റൊന്നും തോന്നുന്നില്ല. I feel nothing but contempt for people who treat children so cruelly. I feel nothing. എനിക്കൊന്നും തോന്നുന്നില്ല. I feel nothing but contempt. എനിക്ക് അവജ്ഞയല്ലാതെ അല്ലെങ്കിൽ പുച്ഛമല്ലാതെ മറ്റൊന്നും തോന്നുന്നില്ല. For people who treat children so cruelly. Cruelly എന്ന് വെച്ചാൽ ക്രൂരമായി. For people who treat children so cruelly. കുട്ടികളോട് ക്രൂരമായി പെരുമാറുന്ന ആളുകളോട്. I feel nothing but contempt for people who treat children so cruelly. കുട്ടികളോട് ക്രൂരമായി പെരുമാറുന്ന ആളുകളോട് എനിക്ക് പുച്ഛമല്ലാതെ മറ്റൊന്നും തോന്നുന്നില്ല. Expel. പുറത്താക്കുക, ഒഴിപ്പിക്കുക അല്ലെങ്കിൽ അടിച്ചിറക്കുക. പ്രധാന അധ്യാപകൻ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയേക്കാം. The headmaster may expel the boy from the school. The headmaster may expel. ഹെഡ്മാസ്റ്റർ അല്ലെങ്കിൽ പ്രധാന അധ്യാപകൻ കുട്ടിയെ പുറത്താക്കിയേക്കാം. From the school. സ്കൂളിൽ നിന്ന്. The headmaster may expel the boy from the school. ഹെഡ്മാസ്റ്റർ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയേക്കാം. Frighten. വിരട്ടുക, ഭയപ്പെടുത്തുക അല്ലെങ്കിൽ പേടിപ്പിക്കുക. അവനെ ഭയപ്പെടുത്തരുത്, അവൻ സത്യമാണ് പറയുന്നത്. Don't frighten him. He is telling the truth. Don't frighten him. അവനെ പേടിപ്പിക്കരുത് അല്ലെങ്കിൽ അവനെ ഭയപ്പെടുത്തരുത്. He is telling the truth. അവൻ സത്യമാണ് പറയുന്നത്. Nourish. പോഷിപ്പിക്കുക അല്ലെങ്കിൽ പരിപാലിക്കുക. അവരുടെ ശരീരത്തെ പോഷിപ്പിക്കുന്നതിന് അവർക്ക് നല്ല ഭക്ഷണം ആവശ്യമായിരുന്നു. They needed good food to nourish their bodies. They needed good food. അവർക്ക് നല്ല ഭക്ഷണം ആവശ്യമായിരുന്നു. To nourish their bodies. അവരുടെ ശരീരത്തെ പോഷിപ്പിക്കുന്നതിന്. They needed good food to nourish their bodies. അവരുടെ ശരീരത്തെ പോഷിപ്പിക്കുന്നതിന് അവർക്ക് നല്ല ഭക്ഷണം ആവശ്യമായിരുന്നു. Debt. കടം അല്ലെങ്കിൽ കടപ്പാട്. അവൻ കടം വീട്ടിയില്ല. He didn't pay the debt. He didn't pay the debt. Immediately. ഉടനെ അല്ലെങ്കിൽ പെട്ടെന്ന്. അവൻ ഉടൻ തന്നെ ദുബായിലേക്കുള്ള വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തു. He immediately booked a flight ticket to Dubai. He immediately booked a flight ticket to Dubai. Ruin. ഹാനി, നാശം, നശിപ്പിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. അത് നശിപ്പിക്കരുത്. Don't ruin it. Don't ruin it. Forever. എന്നേക്കും അല്ലെങ്കിൽ ശാശ്വതമായി. യഥാർത്ഥ സൗഹൃദം എന്നേക്കും നിലനിൽക്കുന്നു. True friendship lasts forever. True friendship. യഥാർത്ഥ സൗഹൃദം. Lasts forever. എന്നേക്കും നിലനിൽക്കുന്നു. True friendship lasts forever. യഥാർത്ഥ സൗഹൃദം എന്നേക്കും നിലനിൽക്കുന്നു. Fatigue. തളർച്ച അല്ലെങ്കിൽ ക്ഷീണം. പനിയും ക്ഷീണവും കാരണം അവൻ കരയുകയായിരുന്നു. He was crying from fever and fatigue. He was crying from fever and fatigue. Debate. ഭിന്നാഭിപ്രായക്കാർ തമ്മിലുള്ള വാദപ്രതിവാദം അല്ലെങ്കിൽ ചർച്ച. വാദപ്രതിവാദത്തിൽ ഏർപ്പെടാൻ എനിക്ക് സമയമില്ല. I have no time to engage in the debate. I have no time. എനിക്ക് സമയമില്ല. എൻഗേജ് എന്ന് പറഞ്ഞാൽ ഏർപ്പെടുക അല്ലെങ്കിൽ പങ്കെടുക്കുക. I have no time to engage in the debate. വാദപ്രതിവാദത്തിൽ ഏർപ്പെടാൻ എനിക്ക് സമയമില്ല. Among. ഇടയിൽ, ഇടയ്ക്ക്, കൂട്ടത്തിൽ, ഇതൊക്കെയാണ് അർത്ഥം. ആ പഴയ ക്ഷേത്രം മരങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്നു. That old temple is hidden among trees. ടെമ്പിൾ ക്ഷേത്രം. That old temple is hidden among trees. ആ പഴയ ക്ഷേത്രം മരങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്നു. Curious. ജിജ്ഞാസയുള്ള അല്ലെങ്കിൽ കൗതുകകരമായ. അടുത്തതായി എന്ത് സംഭവിക്കുമെന്നറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. I was curious to know what would happen next. No. അറിയുക. Happen. സംഭവിക്കുക. I was curious to know what would happen next. അടുത്തതായി എന്ത് സംഭവിക്കുമെന്നറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. Weapon. ആയുധം. പോലീസുകാരൻ കുറ്റവാളിയോട് ആയുധം ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ ആയുധം താഴെയിടാൻ ഉത്തരവിട്ടു. The policeman ordered the criminal to drop his weapon. The policeman ordered the criminal. പോലീസുകാരൻ കുറ്റവാളിയോട് ഉത്തരവിട്ടു. To drop his weapon.
ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ബിന്ദു അല്ലെങ്കിൽ തുള്ളി എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ദ പോലീസ്മാൻ ഓർഡേർഡ് ദ ക്രിമിനൽ ടു ഡ്രോപ്പ് ഹിസ് വെപ്പൺ. പോലീസുകാരൻ കുറ്റവാളിയോട് ആയുധം താഴെയിടാൻ ഉത്തരവിട്ടു. ഡിസോണസ്റ്റ്, സത്യസന്ധതയില്ലാത്ത അല്ലെങ്കിൽ ആത്മാർത്ഥതയില്ലാത്ത. അവൻ സത്യസന്ധനല്ലെന്ന് അവൾ പലപ്പോഴും പരാതിപ്പെടുന്നു. ഷീ ഒഫൻ കംപ്ലൈൻസ് ദാറ്റ് ഹീ ഈസ് ഡിസോണസ്റ്റ്. ഒഫൻ എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം അല്ലെങ്കിൽ പലപ്പോഴും. കംപ്ലൈൻ പരാതിപ്പെടുക. ഷീ ഒഫൻ കംപ്ലൈൻസ് ദാറ്റ് ഹീ ഈസ് ഡിസോണസ്റ്റ്. അവൻ സത്യസന്ധനല്ലെന്ന് അവൾ പലപ്പോഴും പരാതിപ്പെടുന്നു. എംപ്റ്റി, ഒഴിഞ്ഞ, പൊള്ളയായ, ശൂന്യമായ, ഇതൊക്കെയാണ് അർത്ഥം. ഹാളിൽ ഒഴിഞ്ഞ സീറ്റുകളൊന്നും അവശേഷിച്ചിരുന്നില്ല. There were no empty seats left in the hall. There were no empty seats left in the hall. Starvation, പട്ടിണി അല്ലെങ്കിൽ ക്ഷാമം. വിശപ്പ് കാരണം അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ടിരുന്നു. He had lost consciousness because of starvation. He had lost consciousness. Consciousness എന്ന് വെച്ചാൽ ബോധം. He had lost consciousness. അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ടിരുന്നു. Because of starvation. പട്ടിണി കാരണം അല്ലെങ്കിൽ വിശപ്പ് കാരണം. He had lost consciousness because of starvation. പട്ടിണി കാരണം അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ടിരുന്നു. Accomplish, പൂർത്തിയാക്കുക, നിറവേറ്റുക, നിർവഹിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. അനുവദിച്ച സമയത്തിനുള്ളിൽ നിങ്ങൾ ടാസ്ക് പൂർത്തിയാക്കണം. യു ഷുഡ് അക്കംപ്ലിഷ് ദ ടാസ്ക് വിത്തിൻ ദി അലോട്ടഡ് ടൈം. യു ഷുഡ് അക്കംപ്ലിഷ് ദ ടാസ്ക്. നിങ്ങൾ ടാസ്ക് പൂർത്തിയാക്കണം. വിത്തിൻ ദി അലോട്ടഡ് ടൈം. അലോട്ടഡ് ടൈം എന്ന് പറഞ്ഞാൽ അനുവദിച്ച സമയം. വിത്തിൻ ദി അലോട്ടഡ് ടൈം, അനുവദിച്ച സമയത്തിനുള്ളിൽ. യു ഷുഡ് അക്കംപ്ലിഷ് ദ ടാസ്ക് വിത്തിൻ ദി അലോട്ടഡ് ടൈം. അനുവദിച്ച സമയത്തിനുള്ളിൽ നിങ്ങൾ ടാസ്ക് പൂർത്തിയാക്കണം. ഗ്രാജുവലി, കാലക്രമത്തിൽ, ക്രമേണ അല്ലെങ്കിൽ പടിപടിയായി. അവൻ്റെ കാലിലെ വേദന ക്രമേണ കുറഞ്ഞു. ദ പെയിൻ ഇൻ ഹിസ് ലെഗ് ഗ്രാജുവലി ഡിക്രീസ്ഡ്. ഡിക്രീസ് എന്ന് പറഞ്ഞാൽ കുറയുക. ദ പെയിൻ ഇൻ ഹിസ് ലെഗ് ഗ്രാജുവലി ഡിക്രീസ്ഡ്. അവൻ്റെ കാലിലെ വേദന ക്രമേണ കുറഞ്ഞു. ആറ്റിറ്റ്യൂഡ്, മനോഭാവം അല്ലെങ്കിൽ മനസ്ഥിതി. നിങ്ങളുടെ മനോഭാവം മാറ്റേണ്ടതുണ്ട്. യു ഹാവ് ടു ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. യു ഹാവ് ടു ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. ഡിഫിക്കൽട്ടി, ബുദ്ധിമുട്ട്, പ്രതിബന്ധം, പ്രയാസം, ഇതൊക്കെയാണ് അർത്ഥം. അവൾക്ക് ഇംഗ്ലീഷ് ഉച്ചാരണം പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് ഡിഫിക്കൽട്ടി ലേണിംഗ് ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ. ലേൺ, പഠിക്കുക. പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണം അല്ലെങ്കിൽ ഉച്ചാരണ രീതി. ഷീ ഹാഡ് ഡിഫിക്കൽട്ടി ലേണിംഗ് ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ. അവൾക്ക് ഇംഗ്ലീഷ് ഉച്ചാരണം പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഷെയിം, അപമാനം, ലജ്ജ, നാണം. പരീക്ഷയിൽ തോറ്റതിൽ അവൾക്ക് നാണം തോന്നി അല്ലെങ്കിൽ ലജ്ജ തോന്നി. ഷീ ഫെൽറ്റ് ഷെയിം അറ്റ് ഫെയിലിംഗ് ദി എക്സാം. ഷീ ഫെൽറ്റ് ഷെയിം, അവൾക്ക് നാണം തോന്നി. അറ്റ് ഫെയിലിംഗ് ദി എക്സാം, പരീക്ഷയിൽ തോറ്റപ്പോൾ. ഷീ ഫെൽറ്റ് ഷെയിം അറ്റ് ഫെയിലിംഗ് ദി എക്സാം, പരീക്ഷയിൽ തോറ്റതിൽ അവൾക്ക് നാണം തോന്നി. ലിറ്ററേറ്റ്, പഠിപ്പുള്ള, എഴുതാനും വായിക്കാനും അറിയാവുന്ന, സാക്ഷരനായ, ഇതൊക്കെയാണ് അർത്ഥം. അവർ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതയുള്ള തലമുറയാണ്. They are the first fully literate generation in the country. They are the first fully literate generation in the country. Economical, ചെലവ് ചുരുക്കുന്ന, പാഴ്ചെലവ് ഒഴിവാക്കുന്ന അല്ലെങ്കിൽ ചെലവ് കുറയ്ക്കുന്ന. ചെറിയ അളവിൽ ഷോപ്പിംഗ് ചെയ്യുന്നതിനേക്കാൾ മൊത്തമായി വാങ്ങുന്നത് കൂടുതൽ ലാഭകരമാണ്. ബൈയിങ് ഇൻ ബൾക്ക് ഈസ് മോർ എക്കണോമിക്കൽ ദാൻ ഷോപ്പിംഗ് ഫോർ സ്മോൾ ക്വാണ്ടിറ്റീസ്. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക. ബൈയിങ് ഇൻ ബൾക്ക് ഈസ് മോർ എക്കണോമിക്കൽ, മൊത്തത്തിൽ വാങ്ങുന്നത് കൂടുതൽ ലാഭകരമാണ്. ദാൻ ഷോപ്പിംഗ് ഫോർ സ്മോൾ ക്വാണ്ടിറ്റീസ്, ചെറിയ അളവിൽ ഷോപ്പിംഗ് ചെയ്യുന്നതിനേക്കാൾ. ബൈയിങ് ഇൻ ബൾക്ക് ഈസ് മോർ എക്കണോമിക്കൽ ദാൻ ഷോപ്പിംഗ് ഫോർ സ്മോൾ ക്വാണ്ടിറ്റീസ്. അസെറ്റ്, സമ്പാദ്യം, മുതൽക്കൂട്ട്, ആസ്തി, ഇതൊക്കെയാണ് അർത്ഥം. അവൾ ടീമിന് ഒരു മുതൽക്കൂട്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഐ എം ഷുവർ ഷീ വിൽ ബി ആൻ അസെറ്റ് ടു ദ ടീം. ഐ എം ഷുവർ ഷീ വിൽ ബി ആൻ അസെറ്റ് ടു ദ ടീം. അൺഫാസൻ, അഴിക്കുക. വിമാനം നിർത്തുന്നത് വരെ നിങ്ങളുടെ സുരക്ഷാ ബെൽറ്റ് അഴിക്കരുത്. ഡു നോട്ട് അൺഫാസൻ യുവർ സേഫ്റ്റി ബെൽറ്റ് അണ്ടിൽ ദ പ്ലെയിൻ ഹാസ് സ്റ്റോപ്ഡ്. ഡു നോട്ട് അൺഫാസൻ യുവർ സേഫ്റ്റി ബെൽറ്റ്. നിങ്ങളുടെ സേഫ്റ്റി ബെൽറ്റ് അല്ലെങ്കിൽ സുരക്ഷാ ബെൽറ്റ് അഴിക്കരുത്. അണ്ടിൽ, വരെ. അണ്ടിൽ ദ പ്ലെയിൻ ഹാസ് സ്റ്റോപ്ഡ്, വിമാനം നിർത്തുന്നത് വരെ. ഡു നോട്ട് അൺഫാസൻ യുവർ സേഫ്റ്റി ബെൽറ്റ് അണ്ടിൽ ദ പ്ലെയിൻ ഹാസ് സ്റ്റോപ്ഡ്. വിമാനം നിർത്തുന്നത് വരെ നിങ്ങളുടെ സുരക്ഷാ ബെൽറ്റ് അഴിക്കരുത്. ബ്രൂട്ടൽ, ക്രൂരമായ അല്ലെങ്കിൽ മൃഗീയമായ. കൊലപാതകം ക്രൂരമായ ഒരു കുറ്റകൃത്യമാണ്. മർഡർ ഈസ് എ ബ്രൂട്ടൽ ക്രൈം. മർഡർ, കൊലപാതകം. ക്രൈം എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യം. മർഡർ ഈസ് എ ബ്രൂട്ടൽ ക്രൈം. കൊലപാതകം ക്രൂരമായ ഒരു കുറ്റകൃത്യമാണ്. ഇംപൊലൈറ്റ്, മര്യാദയില്ലാത്ത. ഒരു പെൺകുട്ടിയെ തുറിച്ചു നോക്കുന്നത് മര്യാദകേടാണ്. ഇറ്റ്സ് ഇംപൊലൈറ്റ് ടു സ്റ്റെയർ അറ്റ് എ ഗേൾ.
സ്റ്റെയർ എന്ന് വെച്ചാൽ തുറിച്ചു നോക്കുക. ഇറ്റ്സ് ഇംപൊളൈറ്റ് ടു സ്റ്റെയർ അറ്റ് എ ഗേൾ. ഒരു പെൺകുട്ടിയെ തുറിച്ചു നോക്കുന്നത് മര്യാദകേടാണ്. സ്കേഴ്സിറ്റി, ക്ഷാമം അല്ലെങ്കിൽ ദൗർലഭ്യം. വിദഗ്ധ തൊഴിലാളികളുടെ ദൗർലഭ്യം സർക്കാരിനെ ആശങ്കപ്പെടുത്തുന്നു. ദ സ്കേഴ്സിറ്റി ഓഫ് സ്കിൽഡ് വർക്കേഴ്സ് ഈസ് വറിയിങ് ദ ഗവൺമെൻറ്. സ്കിൽഡ് വർക്കേഴ്സിൻ്റെ അല്ലെങ്കിൽ വിദഗ്ധ തൊഴിലാളികളുടെ ദൗർലഭ്യം സർക്കാരിനെ ആശങ്കപ്പെടുത്തുന്നു. ബിലീഫ്, വിശ്വാസം. ആ മനുഷ്യന് ദൈവത്തിൽ ശക്തമായ വിശ്വാസമുണ്ട്. ദാറ്റ് മാൻ ഹാസ് എ സ്ട്രോങ് ബിലീഫ് ഇൻ ഗോഡ്. ദാറ്റ് മാൻ ഹാസ് എ സ്ട്രോങ് ബിലീഫ് ഇൻ ഗോഡ്. ആ മനുഷ്യന് ദൈവത്തിൽ ശക്തമായ വിശ്വാസമുണ്ട്. കൺസെൻറ്റ്, സമ്മതം, അനുമതി, അംഗീകാരം, ഇതൊക്കെയാണ് അർത്ഥം. നിങ്ങളുടെ സമ്മതമില്ലാതെ അവർക്ക് നിങ്ങളുടെ പേര് പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല. ദേ കാൻ പബ്ലിഷ് യുവർ നെയിം വിത്തൗട്ട് യുവർ കൺസെൻറ്റ്. ദേ കാൻ പബ്ലിഷ് യുവർ നെയിം. അവർക്ക് നിങ്ങളുടെ പേര് പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല. വിത്തൗട്ട് യുവർ കൺസെൻറ്റ്, നിങ്ങളുടെ സമ്മതമില്ലാതെ. ദേ കാൻ പബ്ലിഷ് യുവർ നെയിം വിത്തൗട്ട് യുവർ കൺസെൻറ്റ്. നിങ്ങളുടെ സമ്മതമില്ലാതെ അവർക്ക് നിങ്ങളുടെ പേര് പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല. ടിമിഡ്, ഭീരുവായ അല്ലെങ്കിൽ ധൈര്യമില്ലാത്ത. ഞാനൊരു ഭീരുവായ കുട്ടിയായിരുന്നു. ഐ വാസ് എ ടിമിഡ് ചൈൽഡ്. ഐ വാസ് എ ടിമിഡ് ചൈൽഡ്. ഞാനൊരു ഭീരുവായ കുട്ടിയായിരുന്നു. ഹോസ്റ്റൈൽ, വിരോധമുള്ള, ശത്രുതയുള്ള അല്ലെങ്കിൽ ശത്രുപരമായ. എന്തുകൊണ്ടാണ് അവൻ എന്നോട് ശത്രുത കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഐ ഹാവ് നോ ഐഡിയ വൈ ഹീ ഈസ് ഹോസ്റ്റൈൽ ടു മീ. ഐ ഹാവ് നോ ഐഡിയ വൈ ഹീ ഈസ് ഹോസ്റ്റൈൽ ടു മീ. എന്തുകൊണ്ടാണ് അവൻ എന്നോട് ശത്രുത കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഒഫൻസ്, നിയമലംഘനം, അപരാധം, കുറ്റം, ഇതൊക്കെയാണ് അർത്ഥം. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് കുറ്റകരമാണ്. ഡ്രൈവിംഗ് വിത്തൗട്ട് എ ലൈസൻസ് ഈസ് ആൻ ഒഫൻസ്. ഡ്രൈവിംഗ് വിത്തൗട്ട് എ ലൈസൻസ് ഈസ് ആൻ ഒഫൻസ്. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് കുറ്റകരമാണ്. കൺവേർജ്, കേന്ദ്രീകരിക്കുക, ഒരേ സ്ഥാനത്ത് ചെന്ന് ചേരുക അല്ലെങ്കിൽ ഒരിടത്ത് ഒരുമിച്ച് കൂടുക. പാതകളെല്ലാം പാർക്കിൻ്റെ പ്രധാന ഗേറ്റിൽ ഒത്തുചേരുന്നു. ദ പാത്സ് ഓൾ കൺവേർജ് അറ്റ് ദ മെയിൻ ഗേറ്റ് ഓഫ് ദ പാർക്ക്. ദ പാത്സ് ഓൾ കൺവേർജ് അറ്റ് ദ മെയിൻ ഗേറ്റ് ഓഫ് ദ പാർക്ക്. ദ പാത്സ് ഓൾ കൺവേർജ്. പാത്ത്, വഴി അല്ലെങ്കിൽ പാത. ദ പാത്സ് ഓൾ കൺവേർജ്. പാതകളെല്ലാം ഒത്തുചേരുന്നു. അറ്റ് ദ മെയിൻ ഗേറ്റ് ഓഫ് ദ പാർക്ക്. പാർക്കിൻ്റെ മെയിൻ ഗേറ്റിൽ അല്ലെങ്കിൽ പ്രധാന ഗേറ്റിൽ. ദ പാത്സ് ഓൾ കൺവേർജ് അറ്റ് ദ മെയിൻ ഗേറ്റ് ഓഫ് ദ പാർക്ക്. പാതകളെല്ലാം പാർക്കിൻ്റെ പ്രധാന ഗേറ്റിൽ ഒത്തുചേരുന്നു. പേട്രിയറ്റ്, ദേശഭക്തൻ, ദേശാഭിമാനി, രാജ്യസ്നേഹി. അവസാനം വരെ അവൾ ഒരു യഥാർത്ഥ ദേശസ്നേഹിയായിരുന്നു. ഷി വാസ് എ ട്രൂ പേട്രിയറ്റ് ടു ദ ലാസ്റ്റ്. ഷി വാസ് എ ട്രൂ പേട്രിയറ്റ് ടു ദ ലാസ്റ്റ്. അവസാനം വരെ അവളൊരു യഥാർത്ഥ രാജ്യസ്നേഹിയായിരുന്നു. ട്രേറ്റർ, വിശ്വാസവഞ്ചകൻ, ഒറ്റുകൊടുക്കുന്നവൻ, രാജ്യദ്രോഹി, ഇതൊക്കെയാണ് അർത്ഥം. അവനെ ഒരു രാജ്യദ്രോഹിയായി ചിത്രീകരിച്ചു. ഹി വാസ് ഡെപിക്റ്റഡ് ആസ് എ ട്രേറ്റർ. ഡെപിക്റ്റ് എന്ന് വെച്ചാൽ ചിത്രീകരിക്കുക. ഹി വാസ് ഡെപിക്റ്റഡ് ആസ് എ ട്രേറ്റർ. അവനെ ഒരു രാജ്യദ്രോഹിയായി ചിത്രീകരിച്ചു. മെറിറ്റ്, അർഹത, ഗുണം, യോഗ്യത, ഈ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ടി വിക്ക് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ടി വി ഹാസ് ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. ഡീമെറിറ്റ് എന്ന് വെച്ചാൽ ദോഷം. ടി വി ഹാസ് ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. ടി വിക്ക് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ലെൻഡ്, കൊടുക്കുക, പലിശയ്ക്ക് കൊടുക്കുക, കടം കൊടുക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ കാർ എനിക്ക് കടം തരാമോ? ക്യാൻ യു ലെൻഡ് മീ യുവർ കാർ ദിസ് ഈവനിങ്? ക്യാൻ യു ലെൻഡ് മീ യുവർ കാർ? നിങ്ങളുടെ കാർ എനിക്ക് കടം തരാമോ? ദിസ് ഈവനിങ്, ഇന്ന് വൈകുന്നേരം. ക്യാൻ യു ലെൻഡ് മീ യുവർ കാർ ദിസ് ഈവനിങ്? ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ കാർ എനിക്ക് കടം തരാമോ? ആക്യുറേറ്റ്, കൃത്യമായ, ശരിയായ അല്ലെങ്കിൽ തെറ്റുകൂടാത്ത. അവൻ്റെ വിവരണം കൃത്യമായിരുന്നു. ഹിസ് ഡിസ്ക്രിപ്ഷൻ വാസ് ആക്യുറേറ്റ്. ഡിസ്ക്രിപ്ഷൻ, വിവരണം. ഹിസ് ഡിസ്ക്രിപ്ഷൻ വാസ് ആക്യുറേറ്റ്. അവൻ്റെ വിവരണം കൃത്യമായിരുന്നു. പ്രഷ്യസ്, വിലയേറിയ, അമൂല്യമായ, മതിപ്പുള്ള. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ഈച്ച് ലൈഫ് ഈസ് പ്രഷ്യസ്. ഈച്ച് ലൈഫ് ഈസ് പ്രഷ്യസ്. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ഇൻ്റർഫിയർ, ഇടപെടുക, കൈകടത്തുക അല്ലെങ്കിൽ തലയിടുക. ഞാൻ ഒരിക്കലും അവൻ്റെ ബിസിനസ്സിൽ ഇടപെടാറില്ല. ഐ നെവർ ഇൻ്റർഫിയർ ഇൻ ഹിസ് ബിസിനസ്. ഐ നെവർ ഇൻ്റർഫിയർ ഇൻ ഹിസ് ബിസിനസ്. ഗ്രോപ്പ്, തപ്പുക, ഇരുട്ടിൽ തപ്പിത്തടയുക അല്ലെങ്കിൽ തപ്പി നോക്കുക. ഞാൻ ഫോണിനായി ഇരുട്ടിൽ തപ്പി. ഐ ഗ്രോപ്പ് ഇൻ ദ ഡാർക്ക്നെസ് ഫോർ ദ ഫോൺ. ഡാർക്ക്നെസ്, ഇരുട്ട്. ഐ ഗ്രോപ്പ് ഇൻ ദ ഡാർക്ക്നെസ് ഫോർ ദ ഫോൺ. ഞാൻ ഫോണിനായി ഇരുട്ടിൽ തപ്പി. ഡിഗ്രേഡ്, നിസാരമാക്കുക, വില കുറയ്ക്കുക, തരം താഴ്ത്തുക, ഇതൊക്കെയാണ് അർത്ഥം.
അത്തരത്തിലുള്ള സത്യസന്ധമല്ലാത്ത പ്രവൃത്തി നിങ്ങളെ തരം താഴ്ത്തും. എ ഡിസോണസ്റ്റ് ആക്ഷൻ ലൈക്ക് ദാറ്റ് വിൽ ഡിഗ്രേഡ് യു. ഡിസോണസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, സത്യസന്ധതയില്ലാത്ത ആക്ഷൻ പ്രവൃത്തി. ലൈക്ക് ദാറ്റ് അത്തരത്തിലുള്ള. എ ഡിസോണസ്റ്റ് ആക്ഷൻ ലൈക്ക് ദാറ്റ് വിൽ ഡിഗ്രേഡ് യു. അത്തരത്തിലുള്ള സത്യസന്ധമല്ലാത്ത പ്രവൃത്തി നിങ്ങളെ തരം താഴ്ത്തും. ഡിസിനസ്, മയക്കം അല്ലെങ്കിൽ തലചുറ്റൽ. ആ മരുന്ന് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് തലകറക്കം അനുഭവപ്പെടാം. യു മേ എക്സ്പീരിയൻസ് ഡിസിനസ് ആഫ്റ്റർ ടേക്കിംഗ് ദാറ്റ് മെഡിസിൻ. യു മേ എക്സ്പീരിയൻസ് ഡിസിനസ്. നിങ്ങൾക്ക് തലകറക്കം അനുഭവപ്പെടാം. ആഫ്റ്റർ ടേക്കിംഗ് ദാറ്റ് മെഡിസിൻ. ആ മരുന്ന് കഴിച്ചതിന് ശേഷം. യു മേ എക്സ്പീരിയൻസ് ഡിസിനസ് ആഫ്റ്റർ ടേക്കിംഗ് ദാറ്റ് മെഡിസിൻ. ആ മരുന്ന് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് തലകറക്കം അനുഭവപ്പെടാം. സ്വീപ്പ്, തൂക്കുക അല്ലെങ്കിൽ അടിച്ചു വാരുക. കട്ടിലിനടിയിൽ തൂത്തുവാരാൻ മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ് ടു സ്വീപ്പ് അണ്ടർ ദ ബെഡ്. ഫോർഗെറ്റ് മറക്കുക. ഡോണ്ട് ഫോർഗെറ്റ് ടു സ്വീപ്പ് അണ്ടർ ദ ബെഡ്. കട്ടിലിനടിയിൽ തൂത്തുവാരാൻ മറക്കരുത്. ഡിസെപ്ഷൻ, വഞ്ചിക്കുന്ന സ്വഭാവം, വഞ്ചന, ചതി, ഇതൊക്കെയാണ് അർത്ഥം. അവളുടെ വഞ്ചന സമ്മതിക്കാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു. ഷീ ഡിഡിൻറ്റ് ഹാവ് ദ കറേജ് ടു അഡ്മിറ്റ് ടു ഹെർ ഡിസെപ്ഷൻ. കറേജ്, ധൈര്യം. അഡ്മിറ്റ് എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കുക. ഷീ ഡിഡിൻറ്റ് ഹാവ് ദ കറേജ്, അവൾക്ക് ധൈര്യമില്ലായിരുന്നു. ടു അഡ്മിറ്റ് ടു ഹെർ ഡിസെപ്ഷൻ, അവളുടെ വഞ്ചന സമ്മതിക്കാൻ. ഷീ ഡിഡിൻറ്റ് ഹാവ് ദ കറേജ് ടു അഡ്മിറ്റ് ടു ഹെർ ഡിസെപ്ഷൻ, അവളുടെ വഞ്ചന സമ്മതിക്കാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു. ഒബ്ജെക്ഷൻ, തർക്കം, പ്രതിഷേധം, എതിർപ്പ്. എനിക്കതിൽ ഒരെതിർപ്പുമില്ല. ഐ ഡോണ്ട് ഹാവ് എനി ഒബ്ജെക്ഷൻ ടു ഇറ്റ്. ഐ ഡോണ്ട് ഹാവ് എനി ഒബ്ജെക്ഷൻ ടു ഇറ്റ്. അപ്രോപ്രിയേറ്റ്, ഉചിതമായ അല്ലെങ്കിൽ സാഹചര്യത്തിന് യോജിച്ച. അവൾ സന്ദർഭത്തിന് അനുയോജ്യമായ അല്ലെങ്കിൽ ഉചിതമായ ഒരു പ്രസംഗം നടത്തി. ഷീ ഗേവ് എ സ്പീച്ച് അപ്രോപ്രിയേറ്റ് ടു ദി ഒക്കേഷൻ. സ്പീച്ച്, പ്രസംഗം. ഒക്കേഷൻ, സന്ദർഭം അല്ലെങ്കിൽ അവസരം. ഷീ ഗേവ് എ സ്പീച്ച് അപ്രോപ്രിയേറ്റ് ടു ദി ഒക്കേഷൻ. അവൾ സന്ദർഭത്തിന് അനുയോജ്യമായ ഒരു പ്രസംഗം നടത്തി. സ്റ്റീൽ, കവർന്നെടുക്കുക അല്ലെങ്കിൽ മോഷ്ടിക്കുക. നിങ്ങൾ പണം മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടു. ഐ സോ യു സ്റ്റീൽ ദ മണി. ഐ സോ യു സ്റ്റീൽ ദ മണി. എൽസ്വെയർ, എവിടെയെങ്കിലും, വേറൊരു സ്ഥലത്ത്, മറ്റൊരിടത്ത്, ഇതൊക്കെയാണ് അർത്ഥം. മറ്റിടങ്ങളെ അപേക്ഷിച്ച് ഇവിടെ വില കൂടുതലാണ്. പ്രൈസ് ഈസ് ഹയർ ഹിയർ ദാൻ എൽസ്വെയർ. പ്രൈസ് ഈസ് ഹയർ ഹിയർ ദാൻ എൽസ്വെയർ. സാക്രിഫൈസ്, ത്യാഗം, സമർപ്പണം, സമർപ്പിക്കുക. ഒരമ്മ മക്കൾക്ക് വേണ്ടി തൻ്റെ ജീവിതം ത്യജിക്കും. എ മദർ വിൽ സാക്രിഫൈസ് ഹെർ ലൈഫ് ഫോർ ഹെർ ചിൽഡ്രൻ. എ മദർ വിൽ സാക്രിഫൈസ് ഹെർ ലൈഫ് ഫോർ ഹെർ ചിൽഡ്രൻ. എക്സ്പെൻസീവ്, വിലയേറിയ അല്ലെങ്കിൽ ചെലവേറിയ. ഈ നഗരത്തിൽ താമസ സൗകര്യം ചെലവേറിയതാണ്. അക്കോമഡേഷൻ ഈസ് എക്സ്പെൻസീവ് ഇൻ ദിസ് സിറ്റി. അക്കോമഡേഷൻ, താമസ സൗകര്യം. അക്കോമഡേഷൻ ഈസ് എക്സ്പെൻസീവ് ഇൻ ദിസ് സിറ്റി. ഈ നഗരത്തിൽ താമസ സൗകര്യം ചെലവേറിയതാണ്. അരഗൻറ്റ്, അഹങ്കാരിയായ അല്ലെങ്കിൽ ധിക്കാരി. അവൻ വളരെ അഹങ്കാരിയായിരുന്നു. ഹി വാസ് സോ അരഗൻറ്റ്. ഹി വാസ് സോ അരഗൻറ്റ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണം തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബായ്.